Hello guys, once again welcome back to another video of Red Tech Malayali. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MRI ഇമേജ് അക്വിസിഷൻ ആണ്. ഇതിന് 5 സ്റ്റെപ്പുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ സ്കാൻ, എക്സൈറ്റേഷൻ, റിലാക്സേഷൻ, അക്വിസിഷൻ, കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസ്പ്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രീ സ്കാനും എക്സൈറ്റേഷനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിലൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് പ്രീ സ്കാൻ നോക്കാം. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഈസ് പ്രിസൈസിങ് അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ നമ്മുടെ ബോഡീനെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രിസിഷൻ നടക്കുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രിസിഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇനി അടുത്തത്, if the RF pulse having frequency equal to normal frequency of tissue is applied perpendicular to the magnetic field, then it is absorbed by the proton nuclei and resonance occurs. ഇത് വേറെ ഒന്നുമില്ല, നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന RF പൾസ് നമ്മുടെ ഹൈഡ്രജൻ ന്യൂക്ലിയന്റെ പ്രിസിഷൻ ഫ്രീക്വൻസിയുമായിട്ട് ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ അവിടെ റെസൊണൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ MRI എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. അപ്പോൾ MRIയിൽ നമ്മൾ റെസൊണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ RF പൾസ് ഫ്രീക്വൻസിയും പ്രിസിഷൻ ഫ്രീക്വൻസി ഓഫ് ദ ഹൈഡ്രജൻ ന്യൂക്ലിയസും ഈക്വൽ ആയാൽ അവിടെ റെസൊണൻസ് ക്രിയേറ്റ് ആയി. So, resonance refers to change in energy state of nuclei caused by absorption of a specific radio frequency radiation. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിന് ഈ ന്യൂക്ലിയർ അബ്സോർബ് ചെയ്ത് അതിൻ്റെ എനർജി സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ സ്കാൻ കൊണ്ട് MRI സ്കാനേഴ്സ് ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, MRI സ്കാനറിൽ പ്രീ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയന്റെ പ്രിസിഷൻ ഫ്രീക്വൻസി എത്രയാണെന്ന് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അതാണ് MRI സ്കാനർ എസ്റ്റിമേറ്റ്സ് ദ പ്രിസിഷണൽ ഫ്രീക്വൻസി ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലി ഇൻ ദ ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ പ്രീ സ്കാനിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രീ സ്കാനിൽ നമുക്ക് ഒരു പേഴ്സന്റെ ഹൈഡ്രജൻ ന്യൂക്ലിയയിലെ എത്ര പ്രിസിഷൻ ഫ്രീക്വൻസി ആണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി എക്സൈറ്റേഷൻ, അപ്പോൾ അവിടെ ഒരു ഒരു എനർജി സ്റ്റേറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സൈറ്റേഷൻ അവിടെ ഒക്യൂർ ആവണം. അപ്പം നമ്മൾ എക്സൈറ്റേഷൻ ഒക്യൂർസ് വെൻ RF പൾസ് ഈസ് അപ്ലൈഡ് ടു ദ പ്രിസിഷൻ ന്യൂക്ലിയസ്. അപ്പോൾ ഈ പ്രിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയനെ നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. ആ ന്യൂക്ലിയയിലേക്ക് നമ്മളൊരു RF പൾസ് കൊടുക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് കൊടുക്കുന്ന സമയത്താണ് അവിടെ എക്സൈറ്റേഷൻ ഒക്യൂർ ആവുന്നത്. അപ്പോൾ ഈ RF പൾസ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ കൊടുത്ത ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ഹൈഡ്രജൻ ന്യൂക്ലിയ എന്തായി, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊരു എക്സ്റ്റേണൽ എനർജി ആയിട്ടുള്ള RF പൾസിനെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്റ്റേണൽ എനർജി വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു NMB എന്ന് പറയുന്നത് ഇപ്പോൾ Z ആക്സിസിലായിരുന്നു അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ X ആക്സിസിലേക്ക് അത് ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. RF പൾസ് ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ അത് Z ആക്സിസിൽ നിന്ന് X ആക്സിസിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ NMV എന്ന് പറയുന്നത് നെറ്റ് മാഗ്നറ്റിക് വെക്ടർ ആണ്. അപ്പോൾ ഈ നെറ്റ് മാഗ്നറ്റിക് വെക്ടർ ഈസ് ഫ്ലിപ്ഡ് ഇൻ ടു XY പ്ലെയിൻ. അപ്പോൾ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് RF പൾസ് അപ്ലൈഡ് ടു ദ NMV റിസൾട്ട്സ് ഇൻ ഫ്ലിപ്പിംഗ് ഓഫ് NMV ഇൻ XY പ്ലെയിൻ. അപ്പോൾ Z ആക്സിസിൽ ഉണ്ടായിരുന്നത് XY പ്ലെയിനിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ കാരണമായി അവിടെ ഒരു എനർജി വന്നു. എനർജി വന്നപ്പോൾ അതിനൊരു ചേഞ്ച് സംഭവിച്ചു. അതാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. As long as the RF pulse is applied, the NMV will remain in the XY plane. അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ എത്ര നേരം RF പൾസ് കൊടുക്കുന്നോ അത്രയും നേരം തന്നെ ഇത് XY പ്ലെയിനിൽ അവിടെ തന്നെ റിമെയിൻ ചെയ്യും. അതൊരിക്കലും തിരിച്ച് അതിൻ്റെ സ്റ്റേറ്റിലേക്ക് പോകത്തില്ല, അവിടെ തന്നെ റിമെയിൻ ചെയ്യും. കാരണം എക്സ്ട്രാ എനർജി ഉണ്ട്, നമുക്കൊരു എക്സ്ട്രാ എനർജി ഉള്ളത് കൊണ്ട് അത് അവിടെ തന്നെ നിൽക്കണം. ആ ഒരു എനർജീൻ്റെ ഫോഴ്സിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു RF പൾസ് സ്റ്റോപ്പ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, ഇത് തിരിച്ച് അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും. അതിനെയാണ്, ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ റിലാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് റിലാക്സേഷൻ ആണുള്ളത്. T1 റിലാക്സേഷൻ ഉണ്ട്, T2 റിലാക്സേഷൻ ഉണ്ട്.
ഇതിൽ ഫസ്റ്റ് നമുക്ക് T1 റിലാക്സേഷൻ എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സ്പിൻ ആൻഡ് ലാറ്റിസ്. സ്പിന്നിന്റെയും ലാറ്റിസിന്റെ ഇടയിലുള്ള എനർജി എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഈ ഒരു T1 റിലാക്സേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പിൻ ലാറ്റിസ് റിലാക്സേഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇത് നമ്മൾ Z ആക്സിസിലാണ് ഒക്യൂർ ആവുന്നത്. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ RF പൾസ് ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു Z ആക്സിസിൽ നിന്ന് X ആക്സിസിലേക്ക് ഈ NMV എന്ന് പറയുന്നത് ഫ്ലിപ്പ് ചെയ്തു വന്നു. ഇനി നമ്മൾ RF പൾസ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഒരു എക്സ് പ്ലെയിനിൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ലോസ് ആയിട്ട് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ റീഗെയിൻ ചെയ്തു വരികയാണ് കാണുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് RF പൾസ് ഓൺ ആയിരിക്കുന്ന കണ്ടീഷനാണ്. രണ്ടാമത്തെ മൂന്നാമത്തെയും ഫിഗർ എന്ന് പറയുന്നത് RF പൾസ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ RF പൾസ് ഓൺ ആക്കുമ്പോൾ നമുക്കറിയാം Z ആക്സിസിൽ നിന്ന് XY പ്ലെയിനിലേക്ക് ഈ NMV എന്ന് പറയുന്നത് ഫ്ലിപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, എക്സ്റ്റേണൽ എനർജി കൊടുത്തപ്പോൾ അത് ആ ഒരു ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ നിന്ന് എക്സിലേക്ക് ഫ്ലിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ RF പൾസ് ഓഫ് ചെയ്യുന്ന കണ്ടീഷൻ വരുമ്പോഴേക്കും നമുക്കവിടെ ആകെ ഒറ്റൊരു എനർജി ഉള്ളൂ. ഏതാണ്? നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു എനർജി മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഈ എക്സ് പ്ലെയിനിൽ നിന്ന് തിരിച്ചതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക്, അതായത് Z ആക്സിസിലേക്ക് ഇത് പിന്നെയും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിലാക്സേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ലോസ് ആയിട്ട് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ റീഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ RF പൾസ് ലോസ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ സെക്കൻഡ് ഫിഗർ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ആണ്, Z ആക്സിസ് എന്ന് പറയുന്നത് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ ആണ്. അപ്പോൾ ഇത് ഫ്ലിപ്പ് ആകുന്നതിനനുസരിച്ച് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ലൂസ് ആയിക്കൊണ്ടേയിരിക്കുന്നു, ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ റീഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് T1 റിലാക്സേഷനിൽ സംഭവിക്കുന്നത്. സോ T1 റിലാക്സേഷൻ റിലേറ്റ്സ് ടു ദിസ് റീഗെയിനിങ് ഓഫ് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ. അപ്പോൾ T1 റിലാക്സേഷൻ എന്ന് പറയുന്നത് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷനെ റീഗെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ T1 റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ 63% ഓഫ് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ ടു ബി റീഗെയിൻഡ്. അപ്പോൾ T1 റിലാക്സേഷൻ എന്ന് പറയുന്നത് ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ റീഗെയിൻ ചെയ്യുന്ന ആ ഒരു ടൈം 63% ടൈം റിക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ T1 റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂണിക് ഫോർ ഈച്ച് ടിഷ്യൂ, ഹെൻസ് എവറി ടിഷ്യൂ അപ്പിയേഴ്സ് ഡിഫറെന്റ് ഓൺ ദി T1 വെയ്റ്റഡ് ഇമേജ്. അപ്പോൾ എല്ലാ ടിഷ്യൂവും വ്യത്യാസം ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടിഷ്യൂവും നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു T1 വെയ്റ്റഡ് ഇമേജിൽ നമുക്ക് അപ്പിയർ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്ലോവർ പ്രോസസ്. അപ്പോൾ T1 റിലാക്സേഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്ത നമുക്ക് T2 റിലാക്സേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സ്പിൻ. അപ്പോൾ T2 റിലാക്സേഷൻ എന്ന് പറയുന്നത് സ്പിന്നുകൾ തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ചിന്റെ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പിൻ റിലാക്സേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഒക്യൂർ ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. അപ്പോൾ RF പൾസ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ന്യൂക്ലിയ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ മോഷൻ ഒരേപോലെ ആയിരിക്കും, ഒരേ ഡയറക്ഷൻ ആയിരിക്കും, എല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പം അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ന്യൂക്ലിയ ആർ ഇൻ ഫേസ്. ഇനി RF പൾസ് സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ T2 റിലാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ന്യൂക്ലിയ എന്താവും? ഔട്ട് ഓഫ് ഫേസ് ആയി മാറും. അതായത് അത് ഓരോ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ രീതിയിലായിരിക്കും. ചിലത് സ്ലോ ആയിരിക്കും, ചിലത് ഫാസ്റ്റ് ആയിരിക്കും, ചിലത് മീഡിയം ആയിരിക്കും. അങ്ങനെ ഓരോ രീതിയിലായിരിക്കും എല്ലാ ന്യൂക്ലിയയും പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. So, T2 relaxation relates to defacing of nuclei along the XY axis. അപ്പോൾ നമ്മൾ T2 റിലാക്സേഷൻ എന്ന് പറയുന്നത് XY ആക്സിസിൽ ഈ ഡീഫേസിംഗ് ഓഫ് ന്യൂക്ലിയ നടക്കുന്നതിനെയാണ് T2 റിലാക്സേഷൻ എന്ന് പറയുന്നത്. T2 റിലാക്സേഷൻ ടൈമിന് നമ്മൾ ടൈം റിക്വയർഡ് ഫോർ 63% ഓഫ് ദി ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ടു ബി ലോസ്റ്റ്. അപ്പോൾ നേരത്തെ ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷൻ റീഗെയിൻ ചെയ്യുന്നതാണെങ്കിൽ T2 റിലാക്സേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ലോസ് ആവുന്നതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് യൂണിക് ഫോർ ഈച്ച് ടിഷ്യൂ, ഹെൻസ് എവറി ടിഷ്യൂ അപ്പിയേഴ്സ് ഡിഫറെന്റ് ഓൺ ദി T2 വെയ്റ്റഡ് ഇമേജ്.
അപ്പോൾ T2 വെയ്റ്റഡ് ഇമേജിൽ ഇതേപോലെ തന്നെ നമ്മുടെ ടിഷ്യൂസ് ഒക്കെ യുണീക്ക് ആണ്, അതുകൊണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഇനി T2 റിലാക്സേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് T1 റിലാക്സേഷനും T2 റിലാക്സേഷനും കഴിഞ്ഞു. ഈ T2 ആൻഡ് T1 റിലാക്സേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സിഗ്നൽസ് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് എമിറ്റ് ആവുന്നുണ്ട്. അപ്പൊ T1 നമ്മൾ നോക്കുകയാണെങ്കിൽ when the longitudinal magnetization is getting regained, signals is emitted and this is captured by the acquisition step. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്യുസേഷൻ ആണ്. അപ്പൊ ഈ ലോങ്റ്റിറ്റ്യൂഡിനൽ മാഗ്നറ്റൈസേഷനിൽ ഈ ഒരു കാര്യം റീഗെയിൻ ചെയ്ത് വരുന്ന സമയത്ത് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ഒരു സിഗ്നൽ എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു അക്യുസേഷൻ സ്റ്റെപ്പിൽ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ T2 റിലാക്സേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് XY പ്ലെയിനിൽ നിന്നും ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ലോസ് ആവുന്ന സമയത്തും ഒരു സിഗ്നൽ എമിറ്റ് ആവുന്നുണ്ട് ബോഡിയിൽ നിന്ന്. അങ്ങനെ എമിറ്റ് ആവുന്ന ആ ഒരു സിഗ്നലിനെ ഈ റിസീവർ കോയിൽസ് MRI മെഷീനിൽ റിസീവർ കോയിൽസ് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു അക്യുസേഷൻ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. Similarly, when the T2 relaxation is occurring along the XY plane, signal is emitted from the body. So this signal is emitted into the form of RF pulse into the body is picked up by the receiver coils of the MRI machine. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ MRI മെഷീനിൽ റിസീവർ കോയിലിലേക്ക് ക്യാപ്ചർ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അക്യുസേഷൻ സ്റ്റെപ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നതിന് ശേഷം ഈ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു എനർജീനെ അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽസിനെ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസ്പ്ലേയിലേക്ക് ആക്കിയതിന് ശേഷം, അതായത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണാനാണ് സാധിക്കുന്നത്. സിഗ്നൽസ് ട്രാൻസ്മിഷൻ ടു ദ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസ്പ്ലേ യൂണിറ്റ്, ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് MRI ഇമേജ് അക്യുസേഷനിൽ നോക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. എനിക്ക് ആനിമേറ്റ് ചെയ്ത് ഇടാനൊന്നും അധികം ടൈം കിട്ടാത്തത് കൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.